പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തേക്കുക എന്ന് പറയുന്നത് ചതിക്കുക എന്ന് തന്നെയാണല്ലോ അല്ലേ? അങ്ങനെ വിചാരിക്കരുത്. അത് ആൺകുട്ടികൾക്കും പറ്റും. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും 100% നല്ലവരല്ല. അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഹീന എന്ന ഈ ഒരു പെൺകുട്ടിയെ നമ്മുടെ റാഫി പറ്റിച്ച്. റാഫി DQനെ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ, ചക്കപ്പഴം, അതേപോലെ തന്നെ ഒരുപാട് സാധനത്തിൽ അഭിനയിച്ച നല്ല രസകരമായിട്ടുള്ള നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ ആവർത്തന വിരസത കാരണമാണ് തോന്നുന്നു ഇപ്പൊ ആളെ എവിടെയും കാണാനില്ല. കുറച്ച് സിനിമയിലൊക്കെ ചെറിയ സീനുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇപ്പൊ ഫെയിം ഔട്ടാണ്, ആളെ കാണാനില്ല. ആ സമയത്താണ് മഹീന എന്ന തന്റെ ഭാര്യ രംഗത്ത് വരുന്നത്. തന്നെ തേച്ചു എന്ന രീതിയിൽ അവർ രണ്ടുപേരും ഡൈവേഴ്സായി. പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമുണ്ട്, എന്ന തൊണ്ടയിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മഹീന എന്ന പെൺകുട്ടി വരുന്നത്. എന്തായാലും നമുക്കതൊന്ന് കാണാം. ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു വീഡിയോ വന്നപ്പോൾ അതിന്റെ അടിയിൽ കുറെ കമന്റ് ഞാൻ കണ്ടു. അതുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്താണ്. ഈ സമൂഹത്തിന് വല്ല ഗുണമുള്ള കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗുണമുള്ള കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങളെ കുറച്ച് സമയം ഞാൻ കളയണ്ടേ, ഒന്ന് കാണാം. ഞാൻ സെപ്പറേറ്റഡ് ആണോ എന്നുള്ളൊരു ചോദ്യം. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണം എന്നില്ല. ബട്ട് ഞാൻ കുറച്ച് കാര്യം ഞാൻ പറയാം. എനിക്ക് എൻ്റെ ലൈഫ് ഒരു ചർച്ചാ വിഷയമാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പല ആൾക്കാരുടെയും ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പലരുടെയും ലൈഫ് യൂട്യൂബിൽ അവർ ചർച്ചാ വിഷയമാക്കിയിട്ട് അതൊരു കുടുംബകാര്യം അതൊരു യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്നോടുള്ള ചോദ്യവും എനിക്ക് വിഷമമാവോ അല്ലെങ്കിൽ പക്ഷേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അത് എനിക്ക് ഓക്കെ, സോഷ്യൽ മീഡിയയിൽ പറയാൻ താല്പര്യമില്ല. പല യൂട്യൂബർമാരും കുടുംബ വഴക്കും കാര്യങ്ങളൊക്കെ വിറ്റ് ഫോർച്യൂണറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ഫോർച്യൂണർ ആണോ അടുത്തത് ലോഡിംഗ് ആവുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇവർ ഇടാറില്ല, കുറച്ച് തമാശ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടാറ്. അപ്പോ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. റാഫി എന്തായാലും പ്രതികരിക്കുന്നില്ല. പിന്നെ ഇപ്പൊ നമുക്ക് പ്രതികരിച്ച് 4 ആളൊക്കെ മുന്നിൽ ഇത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണെന്നാ പറയുന്നത്. പക്ഷെ എന്തൊക്കെയാ പറയുന്നത് കേൾക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഈ കാര്യം പറയണം തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പലരും എന്നോട് നീ ഒരു വീഡിയോ നീ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് നീ പറഞ്ഞിട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതെല്ലാവരും ഇനി എന്നോട് ചോദിക്കരുതെന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും പോയി ചോദിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനോട്, എൻ്റെ ഉമ്മാനോട്, എൻ്റെ വാപ്പാനോടൊക്കെ പോയിട്ട് അവർ ചോദിക്കാറുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്ത് പറ്റി, നിങ്ങളുടെ മോള് അത്രയും നന്നായിട്ട് നിന്നതാണല്ലോ, അത്രയും നന്നായിട്ട് വീഡിയോസ് ഇടുന്നതായിരുന്നല്ലോ, അവർ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നല്ലോ, എന്ത് പറ്റി? അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ്. എന്ത് പറ്റി, എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയിരുന്നു, അതിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല. ഞാനെന്താ പൊട്ടനാ? അപ്പൊ ഞങ്ങളെന്താ പൊട്ടനാ? നിങ്ങൾ എക്സ്പ്ലനേഷൻ ആയിട്ടല്ലേ വന്നിട്ടുള്ളത്? കുറെ നേരം ഈ ഇൻട്രോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഇൻട്രോ പറഞ്ഞ അതിന്റെ എൻഡിലെത്തുമ്പോ പറയാ ഞങ്ങളെന്താ പൊട്ടനാ? അതാ ചോദിക്കാറില്ലേ. ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നത് കാത്തിരിക്കല്ലേ ഞങ്ങള്? അതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് അവസാനം പറയാം പേഴ്സണൽ ലൈഫിന് പല കാര്യങ്ങളുണ്ടാവും, അതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയല്ലോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകണമെന്നുള്ളത്. ചേച്ചി പറഞ്ഞ മുഴുവൻ ഒന്ന് കേട്ടോ വെക്കാം, എന്നതിന് ശേഷം നോക്കാം എന്താ പറയുന്നത്, എന്നിട്ട് നോക്കാം. ഞാൻ ദുബായി വന്നതിന് ശേഷം അവൾ മാറി. മീൻസ് UAE വന്നതിന് ശേഷം, ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ്, വർക്ക് ചെയ്യുന്നതും ഷാർജയിൽ തന്നെയാണ്. സോ UAE വന്നതിന് ശേഷം ഞാൻ മാറി, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്നുള്ളത് അതൊരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറഞ്ഞ് ചർച്ചാ വിഷയമാക്കാൻ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ? ദുബായിൽ ഞാൻ പോയതിനു ശേഷം അവരെ ഞാൻ തേച്ച് സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് വലിയ ആളായപ്പോ ആ ഫെയിം ഒക്കെ ഉള്ള ഒരാളെ കെട്ടി വലിയൊരാളായി, എനിക്കും കുറെ റീച്ചൊക്കെ കിട്ടി, ഗൾഫിൽ പോയി നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ അവരെ തേച്ച്. ഈ സാധനം കമന്റ് ബോക്സിൽ കിടക്കുന്നതാണ്. ചേച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായി പോയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കായ് ഉണ്ടാക്കാനാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. പിന്നെ അവനെ തേച്ച കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നുള്ളത്. ചേച്ചി കൊള്ളാം, നിലപാട് എന്ന് പറഞ്ഞ ഇതാവണം. ഒറ്റ വാക്കില് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയത്തെ 16 മിനിറ്റ് ചേച്ചി കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു 4 മിനിറ്റിലേക്ക് അത് ചുരുക്കിയിട്ടുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടുമ്പോൾ എത്ര മിനിറ്റ് ആവും എനിക്കറിയില്ല. എന്നെ തെറിയൊന്നും വിളിക്കല്ലേ. ചേച്ചിക്ക് പറയാനുള്ള മൊത്തം കേട്ടിട്ട് ഇനി നിങ്ങൾ പോയാൽ മതി, ഞാൻ മാത്രം സഹിക്കണം, ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും ഈ UAE വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരികളാണെന്നുള്ളത്? അവിടെ പോയപ്പോൾ അവൾ അങ്ങനെയായി, അവൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയായി, അതിനൊരു ഒരു സത്യാവസ്ഥയില്ല. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഇവിടെ 100-ൽ ഒരു 80% ആൾക്കാരും, അല്ലെങ്കിൽ 90%, 95% ആൾക്കാർ ഇവിടെ വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പല ആൾക്കാരും വരുന്നത്. ഈശ്വര, എല്ലാവരും സ്വന്തം കാലിന്റെ മുകളിൽ തന്നെ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ഇനി വേറെ ആൾക്കാരെ തോളത്ത് കയറി അവരുടെ കാലിന് നമ്മളെ ഭാരം കൊടുത്തിട്ടാണോ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇവര് ഗൾഫിൽ പോയത് എന്താ പറയാ ജോലി ചെയ്യാനാണ്. ഈ ഗൾഫിൽ പോണവരോ അല്ലെങ്കിൽ ദുബായി പോണവരൊക്കെ മോശക്കാരാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ കിടക്കുന്നത്. ചില ആളുകൾ മോശത്തരം കാണിക്കുന്നുണ്ട്, ലൈവ് വീഡിയോസ് അത് കാണിക്കും ഇത് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേരും കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല. കുറെ എണ്ണം ഉണ്ട്. ചില ആളുകൾ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട് നടന്നിട്ട് കൗമാളി കളിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. കുറെ ആളുകൾ വൃത്തികേടുകൾ സ്പാ മറ്റേ സാധനം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ആളുകളുണ്ട്. വൃത്തികേടുകൾ തന്നെ ചില ആളുകൾ. എല്ലാവരും ആ ഗണത്തിലാണെന്ന് പറയുന്നത് ഒരു മറ്റേടുത്ത പരിപാടിയല്ലേ? അധ്വാനിച്ച് ജീവിക്കുന്ന ഇഷ്ടം പോലെ ചേച്ചിമാര് നമുക്ക് അറിയാടോ. അവരെയൊക്കെ ഈ ഒരു ഗണത്തിലേക്ക് പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ മഹീനയെ ഈ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച ഏത് നാറിയാണെങ്കിലും അവന് ചേച്ചിയെ നിങ്ങൾ മറുപടി കൊടുക്കുക തന്നെ വേണം, തീർച്ചയായിട്ടും കൊടുക്കണം. ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. പിന്നെ കാരണം ചോദിക്കേണ്ട, അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അവൾ അത് അങ്ങനെ തേച്ചതാണ്, അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത്? അതിന് പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എന്താ ചേച്ചിയുടെ പ്രശ്നം? എന്താ നിങ്ങൾ രണ്ടാളും തമ്മി അടിച്ച് പിരിഞ്ച് എന്നെ അവൻ തേച്ച്, ഇതിപ്പോ നേരത്തെ പറഞ്ഞു എന്നെ അവൻ തേച്ച്, ഇതാണ് സംഭവം. ഇതിനാണ് വലിച്ച് നീട്ടി വല്ല ഞാൻ ഒന്നും പറയുന്നില്ല. ചേച്ചി തന്നെ ഈ കമന്റിന്റെ ഇടയിൽ ഒരാൾക്കുള്ള മറുപടി കൊടുത്തെന്ന് കേൾപ്പിച്ചേരെ, വായിച്ചേരെ, കേട്ടോളി. അതായത് മേ ബി ഹി ഡസൻ ലൈക്ക് ഹി വർക്കിംഗ് ഔട്ട്സൈഡ്, അതായത് ഇവളെ ഗൾഫിൽ ജോലി ചെയ്യാൻ വിടുന്നത് താല്പര്യമില്ല അവന് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ ദാറ്റ് ഈസ് ദ റീസൺ ഐ എം സേയിങ് സീക്രട്ട് ഈസ് സീക്രട്ട്. അയ്യോ, ആരും കണ്ടില്ല, അവൻ ജോലിക്ക് വിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ അതിന്റെ അടിയിൽ തൊട്ടടുത്ത് വേറൊരു കമന്റും കൂടി അവർ ഒരു സബ് കമന്റ് എടുക്കുന്നുണ്ട്. അതായത് ഈ കുട്ടി വേറെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഹസ്ബൻഡ് ആണ് പുറത്തേക്ക് വിടാൻ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത്. എന്താ പൊണ്ണ് ചാച്ചി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറയണം. കമന്റിൽ ഒരാൾക്ക് മറുപടി കൊടുത്തു. അതായത് റാഫി തന്നെ ജോലിക്ക് പോവാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ തേച്ച്. ചേച്ചി തന്നെ പറയുന്നത് ഞാൻ മാത്രമല്ല തേക്ക്, പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും തേക്കാറുണ്ട് എന്നുള്ളത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചോളിയും, പക്ഷെ എക്സ്പ്ലനേഷനായിട്ട് വരുമ്പോൾ ആളുകളെ വിളിച്ചു വരുത്തി സദ്യ ഇല്ല എന്ന് പറയരുത് പ്ലീസ്. എനിക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയണം, പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമില്ല. എന്റെ പൊന്നി ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറച്ചു നില്ല്. പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരിക, പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരിക, പലരും വെറുതെ ഇരുന്ന് വായിട്ടലയ്ക്കുക, അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത്. അറിയാത്തൊരു കാര്യം എന്തിനു പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ആ കാര്യം പറയാമല്ലോ എന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ചേച്ചി ഇപ്പൊ ചാവി എവിടെ ഇരിക്കണം? മരുന്ന് കുപ്പീൻ്റെ ഉള്ളിലല്ലേ? അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അക്വേറിയത്തിലേക്ക് ഇടാനും നിൽക്കണ്ട, ആയിരുന്നു പുറത്തെടുക്കാനും നിൽക്കണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി ഇത്ര നേരം ഒരു എക്സ്പ്ലനേഷനും ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അത് അവിടെ ഇരിക്കട്ടെ. ചേച്ചി എന്താ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്ക്, എന്നിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. അതുപോലെ റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അത് പല ആൾക്കാരും പലതാണ്. ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട്, വഴക്ക് കാണിക്കാറുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പം ഇതിൽ കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്, എനിക്ക് കാണിക്കാതിരുന്നാൽ പോരെ, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. എന്റെ പൊന്നു ചേച്ചി, ഇത് സത്യം പറയട്ടെ, എക്സ്പ്ലനേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആ വ്യൂവേഴ്സിനെ ശരിക്കും പൊട്ടന്മാരെ എന്ന് വിളിക്കുന്നതിന് തുല്യ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പോലും നിങ്ങൾ പൊട്ട എന്ന് വിളിക്കുന്നതിന് അല്ലെങ്കിൽ പൊട്ടി എന്ന് വിളിക്കുന്ന തുല്യാണ് ഇപ്പൊ ഇത്. വിളിച്ചു വരുത്തിയിട്ട് സദ്യ ഇല്ല എന്ന് പറയുന്നത്. ഞങ്ങൾ ഇഷ്ടമാണ് അത് ചെയ്ത്, ഞങ്ങൾ ഇഷ്ടമാണ് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇഷ്ടത്തിനാണ് ചെയ്താൽ പോരെ. എന്തിനാ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വരകാൻ നിൽക്കുന്നേ? ഒരു വീഡിയോ അല്ലേ, ഒന്ന് കണ്ടോളേ. My husband is the most handsome person in the world. My husband most handsome person in the world. കൊള്ളാം ചേച്ചി, കൊള്ളാം. മറ്റേ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞല്ലോ. മൈ ഹസ്ബൻഡ് ഈസ് വെജിറ്റബിൾ. ഓക്കെ, അടുത്ത ക്ലിപ്പ്. അപ്പോൾ ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ പറ്റുന്നൊരു കാര്യമല്ല നമ്മൾ സെപ്പറേറ്റഡ്. അത് ഓരോരുത്തരുടെ ലൈഫാണ്. സഡൻലി ഒരു കാര്യം ചേഞ്ച് ആവാൻ പറ്റും. ഇന്ന് നമ്മൾ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ആൾ നാളെ നന്നായി നടക്കണം എന്നില്ല. നാളെ നന്നായി നടന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരിക്കില്ല. സോ അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി. ഏത് വീഡിയോ? ഏതെങ്കിലും കാലുകൊണ്ട് നടക്കാൻ വയ്യാത്ത ആളെ സഹായിച്ച കഥയാണോ ചേച്ചി പറഞ്ഞത്? അതോ ആരെങ്കിലും റോഡ് മുറിച്ച് സഹായിച്ച കഥയാണോ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനൊക്കെ ഇവിടെ സയൻസ് ഉണ്ട്, അത് അവർ ചെയ്തോട്ടെ. ചേച്ചി എന്ത് എക്സ്പ്ലനേഷൻ പറയാനാ വന്നു വെച്ചാൽ അത് പറഞ്ഞു തോല്ല, ഒന്നും മനസ്സിലാവണില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഞാൻ ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കയറാറില്ല. അപ്പോൾ നിങ്ങൾ ഇന്നൊരാളുടെ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങളൊരിത് ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങളുടെ ലൈഫിലും അതുപോലെ മറ്റുള്ളവർ ഇടപെടും. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഞങ്ങളൊക്കെ വീട്ടിൽ തുപ്പിയതും തൂറിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിടുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ആളുകൾ വരും. നിങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇങ്ങനെ ചൊരിയുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ആരും അറിയാതെ കിടക്കുന്ന ഒരു വീഡിയോ ആരും എടുത്ത് ചൊറിയാൻ നിൽക്കാറില്ല. ഇതിപ്പോ ചേച്ചി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ അതൊന്ന് കണ്ട് അതിനൊന്ന് റിയാക്ട് ചെയ്യാം. ചേച്ചിയുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ ചേച്ചിയുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ റാഫിയുടെ ഭാഗത്താണ് വെച്ചാൽ അവന്റെ കൂടെ നിൽക്കാം. ഇതിപ്പോ ആരുടെ ഭാഗത്തും ന്യായമില്ല. എല്ലാരും വിളിച്ചു വരുത്തിട്ട് അവസാനം പൊക്കോ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് തുല്യായില്ലേ? എന്തുവാ ഇത്? ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ട് ഇത്ര ഞാൻ ചിരിക്കുന്നത്. ഒരാണും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവര് ഡൈവേഴ്സ് ചെയ്തു പോകും. ആളുകൾ അങ്ങനെ പലതും ചോദിക്കുന്ന മറുപടി കൊടുക്കാതിരിക്കല്ലേ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ചേച്ചി എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് നിന്നിട്ടുള്ള ലക്ഷക്കണക്കിന് വ്യൂ കിട്ടിയ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ചേച്ചി പറയണം ഞങ്ങൾ ബന്ധം വേർപെട്ടു, ഇനി ഒരു ബന്ധമില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടെന്നുള്ളത്. ഇതല്ല. വരുമക്കളെ ഞമ്മക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നിങ്ങൾ വന്നാ നിങ്ങൾ എല്ലാവരും പൊക്കോളി, ഒന്നും പറയാനില്ല. കൊള്ളാം ചേച്ചി, കൊള്ളാം. ഇങ്ങനെ കുറെ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കാര്യമില്ലാതെ കിടന്ന് കൊണക്കുന്നത്. ഇത് സത്യസന്ധമായിട്ട് ചേച്ചിക്കാണ്ട് പറഞ്ഞാൽ മതി. എന്നെ ഈ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ എനിക്ക് അവനും തമ്മിലൊരു വൈബൊത്തില്ല, അതുകൊണ്ട് ഒഴിവായി എന്നുള്ളത്. അതിനെയാണ് ഇങ്ങനെ വളച്ച് ഏതോ ഒരു തലക്കെത്തി. നിങ്ങളെ സമയം പോയപ്പോൾ സന്തോഷമായില്ലേ? എന്റെ സമയം കുറച്ച് പോയിണ്ടേ. അപ്പൊ നിങ്ങളെ സമയം കൂടി പൊക്കോട്ടെ വിചാരിച്ച്. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി. അതൊരു സന്ദീപ് പോൾ സൈനിങ് ഓഫ്.